Welcome you all to another video. Today on this video, we are going to discuss a sample question paper or model question paper based on English language. Okay, here you could see the question paper code, area subject English, and total number of questions 15. Okay, then serial number of questions 1 to 15. ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഓരോ ചോദ്യങ്ങളും കൃത്യമായി വായിച്ചു നോക്കുക. റീഡ് ദ ഹോൾ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ഓക്കെ, എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതെ, ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ യു: ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ്, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. എല്ലാ ചോദ്യത്തിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ആദ്യം നൽകുന്നത് ഒരു പാസേജ് ആയിരിക്കും, ഒരു പ്രോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോം ആയിരിക്കും. ഓക്കെ, മേ ബി എ പാസേജ് ഓഫ് പോം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റീഡ് ദ ഹോൾ പാസേജ് ആൻഡ് കോംപ്രിഹെൻഡ് ദ പാസേജ്. മുഴുവനായി വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള അർത്ഥം, എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞു പോയിട്ടുണ്ട്, അതാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. നോക്കുക, ഈ ഒരു പാസേജ് നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം. There are wild dogs and pet dogs. അല്ലേ, കാട്ടിൽ ജീവിക്കുന്ന നായ്ക്കളും അതോടൊപ്പം പെറ്റ് ഡോഗ്സ്, വളർത്തുന്ന നായ്ക്കളും എന്തുണ്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പെറ്റ് ഡോഗ്സ് ആർ ഹെൽപ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ടു പീപ്പിൾ. എന്താണ് പെറ്റ് ഡോഗ്സ്? വളർത്തുന്ന നായ്ക്കള് എന്താ, സ്വാഭാവികമായിട്ടും നമ്മളെ സഹായിക്കുകയും നമ്മളോടൊപ്പം ഒരു ഫ്രണ്ട്, ഒരു കൂട്ടുകാരനെ പോലെ, ചങ്ങാതിയെ പോലെ വർത്തിക്കുകയും ചെയ്യും. അല്ലേ, ഡോഗ്സ് ഹെൽപ്ഡ് ഹ്യൂമൻസ് ട്രാവൽ ഫ്രം ഏഷ്യ ടു നോർത്ത് അമേരിക്ക. അല്ലേ, ആ നായകള്, ആ ഡോഗ്സ് എന്ത് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്, സഹായിക്കാറുണ്ട് ഹ്യൂമൻസ്, മനുഷ്യന്മാരെ. അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാവൽ ഫ്രം ഏഷ്യ ടു നോർത്ത് അമേരിക്ക, ഏഷ്യയിൽ നിന്ന് നോർത്ത് അമേരിക്കയിലേക്ക്. അല്ലേ, ഏത് സമയത്താണ്? യെസ്, 10,000 years ago ബൈ പുള്ളിങ് സ്ലെഡ്ജസ് ഇൻ ദ സ്നോ. അല്ലേ, നമ്മൾ വലിച്ചു കൊണ്ടുവന്ന ആ ഒരു വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പീപ്പിൾ സേസ് ഡോഗ്സ് ആർ മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്. ആളുകൾ പറയാറുണ്ട്, പീപ്പിൾ സേ, അല്ലേ, ഡോഗ്സ് ആർ മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്, പ്രിയപ്പെട്ട ചങ്ങാതിയാണെന്ന്. അല്ലേ, ദേ ഹെൽപ്പ് വിത്ത് ഫാമിംഗ്, ഹണ്ടിങ്, ഫിഷിംഗ് ആൻഡ് പുൾ തിങ്സ് ഫോർ പീപ്പിൾ. ഫാമിങ്ങിന് സഹായിക്കാറുണ്ട്, ഹണ്ടിങ്ങിന് ഫോർ ഹണ്ടിങ്, അല്ലേ, കാട്ടിലേക്ക് പോകുമ്പോൾ ഹണ്ടിങ്ങിന് സഹായിക്കാറുണ്ട്, ഫിഷിംഗ് ആൻഡ് പുൾ തിങ്സ് ഫോർ പീപ്പിൾ. ദേ ക്യാൻ ഹെൽപ്പ് ഫൈൻഡ് തിങ്സ്. അല്ലേ, സാധനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സഹായിക്കാറുണ്ട്, കാണാതായ സാധനങ്ങളൊക്കെ. There are white dogs, grey dogs, black dogs and brown dogs. ഡോഗ്സിനെ ഡിസ്ക്രൈബ് ചെയ്തെന്ന് പറയുന്നതാണ്. അല്ലേ, ഓരോ നിറത്തിലുള്ള നായകളെ പറ്റിയിട്ട്. ഡോഗ്സ് ഹാവ് കേർലി ഹെയർ ഓർ സ്ട്രെയിറ്റ് ഫർ. അല്ലേ, അവരുടെ പ്രത്യേകതയാണ്. There are very small dogs. ചെറിയ ഡോഗ്സ്, ചെറിയ നായ്ക്കൾ ഉണ്ടാകുന്നുണ്ട്. അല്ലേ, they are about 6 to 8 inches tall. അല്ലേ, 8 അല്ലെങ്കിൽ 6 ഇഞ്ച് ഉയരമുള്ള നായകൾ വരെ ഉണ്ടാവാറുണ്ട്. ബിഗ് ഡോഗ്സ് ആർ അബൌട്ട് 3 feet tall. 3 അടിയോളം ഉയരമുള്ള നായ്ക്കളുമുണ്ട്. സം ഡോഗ്സ് ക്യാൻ സീ വെൽ ബട്ട് സം അതേഴ്സ് ക്യാൻറ്റ്. ആ നായകളെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ചിലർക്ക് നല്ലോണം കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്, ചിലർക്ക് അത്രത്തോളം കാഴ്ച കാണാൻ സാധിക്കില്ല. ആൾ ഡോഗ്സ് ക്യാൻ ഹിയർ വെൽ. എല്ലാ നായ്ക്കൾക്കും കേൾവി ശക്തി, അല്ലേ, നല്ല കൂടുതലാണ്. Then they can hear high sounds and low sound. വളരെ മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഉയർന്ന ശബ്ദങ്ങളും അതോടൊപ്പം ലോ സൗണ്ട്സ്, താഴ്ന്ന രീതിയിലുള്ള ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കും. They can hear distant sounds very well. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ദൂരെയുള്ള ശബ്ദം വരെ അവർക്ക് കേൾക്കാൻ കഴിയും. Dogs can smell 40 times better than humans. നായ്ക്കൾക്ക് സ്മെല്ല്, അല്ലേ, മണം പിടിക്കാനുള്ള കഴിവ് എത്രത്തോളം കൂടുതലാണ്? 40 times, 40 തവണ അധികമാണ്. ആരെക്കാളും? അതെ, ഹ്യൂമനേക്കാളും നായകൾക്ക് സ്മെല്ല് ചെയ്യാനുള്ള കഴിവ് 40 മടങ്ങ് കൂടുതലാണുള്ളത്. അല്ലേ, ഡോഗ്സ് ലിവ് അപ്രോക്സിമേറ്റ്ലി ഫോർ 12 to 14 years. സാധാരണയായിട്ട് 12 മുതൽ 14 വർഷം വരെ നായകൾ ജീവിക്കാറുണ്ട്, ഡോഗ്സ് ജീവിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു പാസേജ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തന്നതാണ്. സമയം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ദിസ് ഈസ് ദ പാസേജ്. കോംപ്രിഹെൻഡ് കൃത്യമായിട്ട് ചെയ്യുക. അതോടൊപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ചോദ്യത്തിലേക്ക് പോവുക.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വി ആർ മൂവിംഗ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പെറ്റ് ഡോഗ്സിൽ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ ഫ്രണ്ട്സ് ആൻഡ് വാച്ചേഴ്സ്, ബി ഹെൽപ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, സി ഹെൽപ്പേഴ്സ് ആൻഡ് വാച്ചേഴ്സ്, ഡി ഫ്രണ്ട്സ് ആൻഡ് പെറ്റ്സ്. ഇല്ലേ, നായകള് എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഹെൽപ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ടു പീപ്പിൾ. അല്ലേ, ഹെൽപ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ടു പീപ്പിൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അതെ, ഹെൽപ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. അല്ലേ, ആൻസർ ബി ഈസ് റൈറ്റ്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആ ഒരു ചോദ്യം വായിച്ചതിന് ശേഷം ആ പാസേജിൽ പോയിട്ട് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് യു ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ പാസേജ് which is wrong? ആ പാസേജുമായി ബന്ധപ്പെട്ടിട്ട് which is wrong, which is a wrong one. Option A, dogs help in farming. Okay, dogs help in farming. B, dogs help in cleaning. C, dogs help in finding things. D, dogs help in hunting. അല്ലേ, ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫാമിങ്ങിനെ പറ്റി പറഞ്ഞു, അതിൽ കൊടുത്തിട്ടുണ്ട്. അല്ലേ, ഫൈൻഡിങ് തിങ്സ് കാണാതായ വസ്തുക്കൾ കണ്ടെത്തുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹണ്ടിങ് വേട്ടയാടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ശരിയല്ലാത്തത്? യെസ്, ഓപ്ഷൻ ബി ഡോഗ്സ് ഹെൽപ്പ് ഇൻ ക്ലീനിങ്. ഇത് അതിൽ പറഞ്ഞിട്ടില്ല. അക്കോർഡിംഗ് ടു ദ പാസേജ് ഓപ്ഷൻ ബി ഈസ് റോങ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ദ സ്മെല്ലിംഗ് പവർ ഓഫ് ഡോഗ്സ് ഈസ്. അല്ലേ, നായക്കളുടെ സ്മെല്ലിംഗ് മണം പിടിക്കാനുള്ള കഴിവ് എങ്ങനെയാണ്? ഓപ്ഷൻ എ ബെറ്റർ ദാൻ ഹ്യൂമൻസ്, ബി സെയിം ആസ് ഹ്യൂമൻസ്, സി വേഴ്സ് ദാൻ ഹ്യൂമൻസ്, ഡി ലെസ് ദാൻ ഹ്യൂമൻസ്. എന്താണ്? നമുക്ക് മനുഷ്യരെക്കാൾ ഇവർക്ക് നായ്ക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്മെല്ല് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അല്ലേ, വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ബെറ്റർ ദാൻ ഹ്യൂമൻസ്. ദ സ്മെല്ലിംഗ് പവർ ഓഫ് ഡോഗ്സ് ഈസ് ബെറ്റർ ദാൻ ഹ്യൂമൻസ്. മനുഷ്യരെക്കാൾ അധികം കൂടുതലാണ്. അല്ലേ, മൂവിംഗ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ പ്ലേസസ് മെൻഷൻഡ് ഇൻ ദ പാസേജ്. അല്ലെ, ഈ പാസേജിൽ നൽകിയിട്ടുള്ള ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ നോർത്ത് അമേരിക്ക ആഫ്രിക്ക, ബി ഏഷ്യ നോർത്ത് അമേരിക്ക, സി ഏഷ്യ നോർത്ത് ആഫ്രിക്ക, ഡി ഏഷ്യ അന്റാർട്ടിക്ക. നമുക്ക് സിമ്പിൾ ആയിട്ട് ആ 4 മാർക്കും എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കും. അല്ലേ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലേ, എന്താണ്? ഏഷ്യ ടു നോർത്ത് അമേരിക്ക. അല്ലേ, ഇതിൽ 2 സ്ഥലങ്ങളാണ്. ഇതിൽ ഏതാ ഉള്ളത് നോക്കുക. യെസ്, ഓപ്ഷൻ ബി. അല്ലേ, ഏഷ്യ നോർത്ത് അമേരിക്ക. ആ 4 ചോദ്യം നമ്മൾ എളുപ്പത്തിൽ കണ്ടെത്തി ഫ്രം ദ പാസേജ്. ഓക്കെ, ദെൻ ആ പാസേജിൽ നിന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് ചോദ്യങ്ങൾ കൊടുത്ത് നോക്കാം. ഇത് നമ്മൾ പഠിച്ച ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടാണ്. ദ സാരി ഫോർ ദ ബ്രൈഡ് വാസ് ഡെക്കറേറ്റഡ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ദ സാരി for the bride was decorated dash beads. This costly saree is bought dash Chennai. അർത്ഥത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അർത്ഥത്തിലേക്ക് നോക്കിയിട്ട് അതിലേക്ക് പോകാം. ദ സാരി ഫോർ ദ ബ്രൈഡ്. ബ്രൈഡിന് സാരി വാങ്ങി. അല്ലേ, അതെന്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്? ഡെക്കറേറ്റഡ് ഡാഷ് ബീഡ്സ്. ബീഡ്സ് കൊണ്ട്, മുത്തുകൊണ്ട്. അല്ലേ, മുത്തുകൊണ്ട്. ഏതാ വരിക? വിത്ത് ബീഡ്സ്. അല്ലേ, ദ സാരി ഫോർ ദ ബ്രൈഡ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ബീഡ്സ്. ബീഡ്സ് കൊണ്ട്, ബീഡ്സിനാൽ എന്ത് ചെയ്തു? ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആരുടെ സാരി? ബ്രൈഡിന്റെ സാരി. അടുത്തത്, ദിസ് കോസ്റ്റ്ലി സാരി ഈസ് ബോട്ട് ഡാഷ് ചെന്നൈ. ഈ സാരി വാങ്ങിയത് ചെന്നൈയിൽ നിന്നാണ്. അല്ലേ, ചെന്നൈയിൽ നിന്നാണ്. ദെൻ വിത്ത് നൽകിയിട്ടുണ്ട്, ഇവിടെ വിത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ 2 ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അല്ലേ, this costly saree is bought from Chennai. From, ഇവിടെ നിന്ന്, from Chennai. Okay, so the answer is C, with from. The saree for the bride was decorated with beads. This costly saree is bought from Chennai. Okay, then ആറാമത്തത് നമ്മുടെ കളക്റ്റീവ് നോണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. The dash of robbers entered the bank. അല്ലേ, റോബേഴ്സിന്റെ കൂട്ടത്തെ എന്താണ് നമ്മൾ പറയാ? അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അല്ലെ, നമ്മൾ ഓരോ കൂട്ടങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം, ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ. അല്ലേ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് റോബേഴ്സ് ആണ്. റോബേഴ്സിന്റെ കൂട്ടത്തെ എന്താ പറയാ? നോക്കാം.
ഓപ്ഷൻ എ ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ബഞ്ച്, ഓപ്ഷൻ സി ബെവി, ഓപ്ഷൻ ഡി ഗ്യാങ്. അല്ലേ? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ഗ്യാങ് ആണ്. ദ ഗ്യാങ് ഓഫ് റോബേഴ്സ് എന്റേർഡ് ദ ബാങ്ക്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. വെൻ യു ഹാവ് നത്തിങ് ടു ഡു യു വിൽ ഗെറ്റ് എൻഗേജ്ഡ് ഇൻ അൺവാണ്ടഡ് തോട്ട്. നോക്കാം, ഇവിടെ ഒരു വരി നൽകിയിട്ടുണ്ട്. എ കോട്ട്, വെൻ യു ഹാവ് നത്തിങ് ടു ഡു യു വിൽ ഗെറ്റ് എൻഗേജ്ഡ് ഇൻ അൺവാണ്ടഡ് തോട്ട്സ്. അല്ലേ? നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലേ എന്തായിരിക്കും? നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളിൽ മുഴുകിയിരിക്കും. അതാണ് ഈ ഒരു പ്രോവേർബ് എന്താണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, പ്രോവേർബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രോവേർബ് എവിടെയൊക്കെയാണുള്ളത്, ഏതൊക്കെയാണെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി ഇതിലേക്ക് നോക്കാം. ഓപ്ഷൻ എ സ്റ്റിച്ച് ടൈം സേവ്സ് 9. എ സ്റ്റിച്ച് നോക്കുക, അവിടെ ഒരു ചെറിയൊരു തെറ്റാണ് തോന്നുന്നു. എ സ്റ്റിച്ച് ഇൻ ടൈം. ഓക്കെ, അതാണ് നമുക്ക് ശരിയായിട്ടുള്ള ഒരു പദം. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. ദെൻ ബി, ആൻ ഐഡൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ്. ഓക്കെ, ദെൻ സി, ഏർലി ബേർഡ് കാച്ചസ് ദ വൂം. ഡി, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ഓക്കെ, ഇതിൽ ഏതാണ് ശരിയായ പ്രോവേർബ്? ഏതാണ്? യെസ്, ആൻ ഐഡൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ്. ഇല്ല, ഇതിൽ കൊടുത്തിട്ടുണ്ട് അൺവാണ്ടഡ് തോട്ട്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡെവിൾസ് വർക്ക്ഷോപ്പുമായിട്ട് കമ്പയർ ചെയ്യാം. അല്ലേ? ഓക്കെ, ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ 8th question. Look at the 8th question. Ramya has been waiting dash 2 hours at the bus stop. Okay, Ramya has been waiting dash 2 hours at the bus stop. അല്ലേ? രമ്യ 2 മണിക്കൂറുകളായിട്ട് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നോക്കാം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി സിൻസ്, ഓപ്ഷൻ സി അറ്റ്, ഓപ്ഷൻ ഡി ഫ്രം. ഏതാണ്? യെസ്, 4 ആണ് അവിടെ വരുന്ന ഉത്തരം. രമ്യ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറുകളോളം. അല്ലേ? 2 മണിക്കൂറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 4 is the answer A. Okay, then 9th ചോദ്യം. They are planning to go to the convention hall dash the function takes place. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങോട്ട് പോവാന്? ആ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷൻ ഹാളിലേക്ക് പോകാം. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള പദം നോക്കാം. ഓപ്ഷൻ എ ദാറ്റ്, ഓപ്ഷൻ ബി വിച്ച്, ഓപ്ഷൻ സി വോ, ഓപ്ഷൻ ഡി വോട്ട്. അല്ലേ? ഇതിൽ റിലേറ്റീവ് പ്രോണൗൺ നോക്കുക. സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അല്ലേ? സ്ഥലത്തിനെ പറ്റി പറയുമ്പോൾ ഏതാണ് കൊടുത്തിട്ടുള്ളത്? യെസ്, വോ. അല്ലേ? വേർ ആണ് കൊടുത്തിട്ടുള്ളത്. ദേ ആർ പ്ലാനിങ് ടു ഗോ ടു ദ കൺവെൻഷൻ ഹാൾ വോ ദ ഫംഗ്ഷൻ ടേക്സ് പ്ലേസ്. ഇതൊക്കെ പറയുമ്പോൾ റിലേറ്റീവ് പ്രോണൗൺ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓട്ടോമാറ്റിക് ആയിട്ട് സ്ഥലത്തിനെ പറ്റിയിട്ടാണോ, ആളെ പറ്റിയിട്ടാണോ, വസ്തുവിനെ പറ്റിയിട്ടാണോ എന്ന് മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ചൂസ് എ റൈറ്റ് ഓപ്ഷൻ. We are moving on to the next question. 10th question. Either I will go to the library. ഒന്നുകിൽ ഞാൻ എന്ത് ചെയ്യും? ലൈബ്രറിയിലേക്ക് പോകും. ഓക്കെ, ഡാഷ് സിറ്റ് ഡാഷ് ദ ക്ലാസ്. അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലിരിക്കും. അത് എയ്തർ ഓറുമായി ബന്ധപ്പെട്ട ഒരു വർക്കാണ്. അല്ലേ? അല്ല, എയ്തർ ഓറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എയ്തർ ഐ വിൽ ഗോ ടു ദ ലൈബ്രറി ഓർ സിറ്റ് ഇൻ ദ ക്ലാസ്. അല്ലേ? ഇൻ ദ ക്ലാസ്. നോക്കാം. ഓപ്ഷൻ എ നൈദർ ഓർ വിൽ ഓർ നോർ ഓർ ഇൻ. ഒക്കെ നമുക്ക് ഒരേപോലെ തോന്നും. ഒന്നുകിൽ നോക്കാം, എയ്തർ ഓർ ആണ്, അല്ലെങ്കിൽ ആസ് വെൽ ആസ് വരുമ്പോൾ നെയ്തർ നോർ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നോക്കാം. എയ്തർ ഓർ, നെയ്തർ നോർ ആൻഡ് ആസ് വെൽ ആസ്. ഓക്കെ, ഇവിടെ എയ്തർ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? യെസ്, ഓർ എന്നുള്ള ആ ഒരു ഇത് വരും. ഓക്കെ, ഓർ ഫസ്റ്റ് ഓർ ആണ്. മനസ്സിലായോ? ഓർ ആണ്. ദെൻ അടുത്തത് നോക്കാം. സിറ്റ് ഇൻ ദ ക്ലാസ്. എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ എന്താ ചെയ്യും? ഒന്നുകിൽ ഞാൻ ലൈബ്രറിയിലേക്ക് പോകും, അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, ഓർ ഇൻ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ കണക്ട് ചെയ്ത് ഉത്തരങ്ങൾ എഴുതാൻ കഴിയുമോ നോക്കാം. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 11th question. ഷീല ഡാഷ് ടേബിൾ ടെന്നീസ് വെരി വെൽ. She and her brother dash it daily.
എന്ത് ചെയ്യും? ആ ഷീല ടേബിൾ ടെന്നീസ് നല്ല രീതിയിൽ കളിക്കുന്ന ആളാണ്. അതോടൊപ്പം ഷീ ആൻഡ് ഹർ ബ്രദർ ഡാഷ് ഇറ്റ് ഡെയിലി. ഷീലയും അവരുടെ ബ്രദറും സ്ഥിരമായി എന്ത് ചെയ്യാറുണ്ട്? അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇതാണ് വരുന്ന ഒരു കാര്യം. ഇനി ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷൻ എ പ്ലേസ് പ്രാക്ടീസ്, ബി പ്ലേസ് പ്രാക്ടീസസ്, സി പ്ലേ പ്രാക്ടീസ്, ഡി പ്ലേ പ്രാക്ടീസസ്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കേണ്ടത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്, ഇല്ലേ? ഷീല പ്ലേ ആണ് വരുന്ന ഒരു കാര്യം, പ്ലേ കളിക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ളത് സിംഗുലർ ആണ്, ഷീല സിംഗുലർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഓട്ടോമാറ്റിക് പ്ലേയുടെ കൂടെ ഒരു എസ് വരും. മനസ്സിലായത്? ഒന്നു സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ പ്ലേ എന്നുള്ളതിന് പ്ലേസ് എന്നാണ് വരിക. ഓക്കെ, ഇവിടെ നോക്കാം. പ്ലേസ് പ്ലേസ് ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. വേണം ബാക്കി 2 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ദെൻ ഷീ ആൻഡ് ഹർ ബ്രദർ എന്താ ഇവിടെ വരുന്നത്? ആ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ഇല്ലേ? ഇവിടെ ഷീ ആൻഡ് ഹർ ബ്രദർ എത്ര ആളുണ്ട്? 2 ആളുകളുണ്ട്, പ്ലൂരൽ ആണ്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മള് വെർബിന്റെ കൂടെ എന്ത് ചെയ്യണ്ട? എസ് ചേർത്ത് കൊടുക്കണ്ട, പ്രാക്ടീസ്. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ പ്ലേസ് പ്രാക്ടീസ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാ? കണക്ട് ചെയ്യാം. ദെൻ 12th question. Some people butter up officials for their selfish aims. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ഇഡിയം? ഈ ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? ബട്ടർ ഓഫ് ഒഫീഷ്യൽസ്, ഇല്ലേ? ഈ ബട്ടർ ഓഫ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലേ, ഒഫീഷ്യൽസിനെ ബട്ടർ അപ്പ് ചെയ്യാറുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. എന്താണ് ഈ മീനിങ്? നോക്കാം. ഓക്കെ, എന്താണ് ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബട്ടറിംഗ് ഈസ് നോട്ട് ഗുഡ്. ബട്ടറിംഗ് നല്ലതല്ല എന്നാണ് പറയുന്നത്. ബി പ്രൈസ് സം വൺ എക്സസീവ്ലി. സി അൺവാണ്ടഡ് ടാസ്ക് ഗിവൺ. ദെൻ ഡി ഗോ അഗെയിൻസ്റ്റ് ഒഫീഷ്യൽ. എന്താണ്? യെസ്, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്, അല്ലേ? പ്രൈസ് സം വൺ എക്സസീവ്ലി, എന്ത് ചെയ്യാ? പുകഴ്ത്തുക, അല്ലേ? കൂടുതലായിട്ട് പുകഴ്ത്തുക. ഇതാണ് ഇതിന്റെ ഒരു അർത്ഥം, ബട്ടർ ഓഫ് ഒഫീഷ്യൽസ്. Then we are moving on to the questions number 13 to 15. There is a poem given for you. നോക്കുക, നിങ്ങൾ ആ പോം വായിച്ചു നോക്കുക കൃത്യമായിട്ട്. Sometimes I feel all things inside insufficiently small. I feel when people look at me, they don't see me at all. I feel that my beauty is lost on cold, indifferent eyes. And offering what I want to give would only be unwise. But then a friend will greet me and my inner life will bloom. It only takes but one kind word to sweep away the gloom. Okay, ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഈ വീഡിയോ ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ആദ്യം വായിച്ചതിന് ശേഷം അതിലേക്ക് പോവാം. നോക്കാം ഏതൊക്കെയാണ് ചോദ്യങ്ങൾ. വാട്ട് ഡസ് ദ വേർഡ് ഇൻഡിഫറൻറ്റ് മീൻ? ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? നോക്കാം. ഓപ്ഷൻ എ ഡിഫറൻറ്റ് ആണ്, ബി നോട്ട് സെയിം എന്നാണ്, സി ഷാർപ്പ് എന്നാണ്, അൺകൺസേൺഡ് എന്നാണ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം? യെസ്, ഓപ്ഷൻ ഡി അൺകൺസേൺഡ്. ഓക്കെ, ഇവിടെയാണ് ഇൻഡിഫറൻറ്റ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഐ ഫീൽ ദാറ്റ് മൈ ബ്യൂട്ടി ഈസ് ലോസ്റ്റ് ഓൺ കോൾഡ്. എന്താണ്? എനിക്ക് എൻ്റെ ബ്യൂട്ടി കോൾഡിൽ നഷ്ടപ്പെട്ടത് അറിയുന്നുണ്ട്. Indifferent eyes and offering what I want to give would only be unwise. The answer is unconcerned. എന്താണ്? അതിനെപ്പറ്റി കൺസേൺ ആവേണ്ടതില്ല എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ ഇൻഡിഫറൻറ്റ് എന്നുള്ള ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ വേർഡ് ദാറ്റ് റൈംസ് വിത്ത് അൺവൈസ് ഇൻ ദ പോം? അല്ലേ, നമ്മൾ റൈമിംഗ് വേർഡ്സ് പഠിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അൺവൈസ് എന്നുള്ള പദമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അൺവൈസ്. ഓപ്ഷൻ എ ബ്യൂട്ടീസ്, ബി ഐസ്, സി ഗ്രേറ്റ്, ഡി ഇൻസൈഡ്. ഓക്കെ,
ഇതിൽ അൺവൈസുമായി റൈം ചെയ്യുന്ന പദം ഏത്? നോക്കാം. നമുക്ക് അൺവൈസ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ശബ്ദത്തിലോ അല്ലെങ്കിൽ ഒരേ അക്ഷരത്തിലോ അവസാനിക്കുന്ന പദങ്ങളാണ്. ഒരു പോമില് ഒരേ അക്ഷരത്തിലോ ഒരേ സൗണ്ടിലോ അവസാനിക്കുന്ന അടുത്തടുത്ത 2 വരികൾ അല്ലേ, അതാണ് ഈ ഒരു 2 വരി. ഓക്കെ, നോക്കാം. ഇവിടെ ഐസ് ആണ് കൊടുത്തിട്ടുള്ളത്, അൺവൈസ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നോക്കാം. അൺവൈസ്, ഐസ്. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അൺവൈസിന്റെ റൈമിംഗ് പെയേഴ്സ് ഐസ് ആണ്. ഓക്കെ, ഏസ്. നോക്കാം. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ദെൻ നോക്കുക 15ാമത്തെ ചോദ്യം. ദ ഇന്നർ ലൈഫ് ബിക്കംസ് ബെറ്റർ ബൈ ബീയിങ്. എങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്നർ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആവുക? ഓക്കെ, ഓപ്ഷൻ എ ബ്ലൂമിങ്, ഓപ്ഷൻ ബി കൈൻഡ്, ഓപ്ഷൻ സി ഫ്രണ്ട്ലി, ഓപ്ഷൻ ഡി ഗ്ലൂമി. ഓക്കെ, നമുക്ക് നോക്കാം എവിടെയാണ് ആ ഒരു ഭാഗം നൽകിയിട്ടുള്ളത്. ഓക്കെ, ബട്ട് ദെൻ എ ഫ്രണ്ട് വിൽ ഗ്രീറ്റ് മീ ആൻഡ് മൈ ഇന്നർ ലൈഫ് ബിക്കം ബ്ലൂം. ഓക്കെ, വിൽ ബ്ലൂം നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് അല്ലേ, ഫ്രണ്ട്ലി ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട് എന്നെ ഗ്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മൈ ഇന്നർ ലൈഫ് വിൽ ബ്ലൂം. ഓക്കെ, ഫ്രണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ചോദ്യവും കണ്ടെത്തുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓരോ ചോദ്യപേപ്പറും എന്ത് ചെയ്യുക? നിങ്ങൾ ഓരോ ചോദ്യപേപ്പറും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു കണക്ഷൻ ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫുള്ളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്ന രീതിയിൽ അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലായിട്ട് അതെന്നെ അറിയിക്കുക. നമ്മുടെ ഇംഗ്ലീഷ് അല്ല, നമ്മുടെ USSഉം LSSുമായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ അല്ലേ, ഡിഫറെൻറ്റ് സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ചാനൽ കയറി കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.